സുവിശേഷത്തിൻ ദീപതെളിച്ചം മഹോന്നതമാത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 ജീവിതം ഒരു സാഗരം, മാനസം ഒരു തോണിയും. ഓളങ്ങളിൽ കൊച്ചോളങ്ങളിൽ പുതുതീരം തേടും മാനവയാത്രയിതാ. ഈ ജീവിതം ഒരു സാഗരം, മാനസം ഒരു തോണിയും. ഓ ജീവിതയാത്രയിൽ ഭാരങ്ങളേതും എൻ ചെറുമാനസത്തോണി. ജീവിതയാത്രയിൽ ഭാരങ്ങളേതും എൻ ചെറുമാനസത്തോണി. കഥനങ്ങളിൽ തട്ടിത്തകരുമ്പോ, തീരം തേടി അലയുമ്പോ വരുമോ ഹൃദയത്തിൽ എൻ പ്രിയനായകനെ? അരികത്തിരിക്കാൻ വഴികാട്ടിയാലേ അണയൂ എൻ ചാരേ. ഈ ജീവിതം
ഒരു സാഗരം, മാനസം ഒരു തോണിയും. മണ്ണിൽ മനുജർക്ക് സാന്ത്വനമേകാൻ, മനസ്സിൽ സ്നേഹം നിറയ്ക്കാൻ. മണ്ണിൽ മനുജർക്ക് സാന്ത്വനമേകാൻ, മനസ്സിൽ സ്നേഹം നിറയ്ക്കാൻ. ശാന്തി തൻ തീരങ്ങൾ തേടുന്ന മർത്യർക്ക് ആശാദീപമായി തീരാ. തരുമോ സ്നേഹാമൃതം എൻ സ്നേഹദായകനേ, നിന്നിൽ ലയിക്കാൻ തീരത്തണയാൻ കനിയൂ എന്നാ. ഈ ജീവിതം ഒരു സാഗരം, മാനസം ഒരു തോണിയും. ഓളങ്ങളിൽ കൊച്ചോളങ്ങളിൽ പുതുതീരം തേടും മാനവയാത്രയിതാ. ഓ ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹം നിറഞ്ഞവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 1-2 അധ്യായങ്ങളിൽ ദൈവമായ കർത്താവ് ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ച് അവരെ ഒരു കുടുംബമാക്കി പറുദീസായുടെ നടുക്ക് സ്ഥാപിക്കുന്നതായി നാം കാണുന്നുണ്ടല്ലോ. ആദ്യത്തെ കുടുംബത്തിന് ദൈവം രൂപം നൽകിയിട്ട് ആ കുടുംബത്തെ പിതാവായ ദൈവം സ്ഥാപിക്കുന്നത് പറുദീസായുടെ സമൃദ്ധിയിലാണ്. സ്വർഗത്തിൻ്റെ പ്രതീകമായ പറുദീസായുടെ സമൃദ്ധിയിലേക്ക് ഈ കുടുംബത്തെ സ്ഥാപിച്ചതിന് ശേഷം ഈ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ കണ്ട് ദൈവം ആനന്ദിക്കുന്നതായി നാം കാണുന്നു. ആദവും ഹവ്വായും അവരുടെ കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ അവരുടെ കുടുംബജീവിതത്തിന് സന്തോഷമുണ്ടായിരുന്നു, സമാധാനമുണ്ടായിരുന്നു. ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്താൻ വരുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ ഓടിച്ചെല്ലുകയും ദൈവത്തോട് സംവദിക്കുകയും തങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് നാം കാണുന്നുണ്ട്. ബൈബിളിൽ നാം ആദ്യം കാണുന്ന കുടുംബം ആദത്തിൻ്റെയും ഹവ്വായുടെയും കുടുംബമാണ്. സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്ന ആദത്തിൻ്റെയും ഹവ്വായുടെയും കുടുംബജീവിതം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അധംപതിക്കുന്നതായിട്ട് നാം കാണുകയാണ്. ആദത്തിൻ്റെയും ഹവ്വായുടെയും കുടുംബം വലിയ നാശത്തിലേക്ക് കൂപ്പുകുത്തുവാനുള്ള കാരണം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ആ കുടുംബത്തിന് ചേരാത്ത ഒരു വ്യക്തി സന്ദർശനം നടത്തി. അത് മറ്റാരുമല്ല, സാത്താനാണ്. ദൈവം സന്ദർശിക്കേണ്ട, ദൈവം ഭരിക്കേണ്ട കുടുംബത്തിൽ, ദൈവം രാജാവായി വാഴേണ്ട കുടുംബത്തിൽ സാത്താൻ ഭരണം നടത്തിയപ്പോൾ ആ കുടുംബം പൂർണ്ണമായും നാശത്തിലേക്ക് പോകുന്നതായി നാം ഇവിടെ കാണുകയാണ്. സ്നേഹമുള്ളവരെ, ബൈബിളിൽ നാം ആദ്യം കാണുന്ന ഈ മനോഹരമായ കുടുംബം പെട്ടെന്ന് നാശത്തിലേക്ക് പോകുവാൻ കാരണം ആ കുടുംബത്തിലേക്കുള്ള സാത്താൻ്റെ കടന്നുവരവാണെങ്കിൽ
പുതിയ നിയമത്തിൽ മറ്റൊരു കുടുംബത്തെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ആ കുടുംബം നമുക്കെല്ലാവർക്കും പരിചയമുള്ള കുടുംബമാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് യൗസേപ്പ് പിതാവും മാതാവും ഈശോയും അടങ്ങുന്ന നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ മാതൃക തന്നെയാണ്. നമ്മുടെ എല്ലാം കുടുംബ ജീവിതങ്ങൾക്ക് മാതൃകയായി നിൽക്കുന്ന നസ്രത്തിലെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത്? യൗസേപ്പ് പിതാവും മാതാവും അടങ്ങുന്ന ഈ കുടുംബത്തിലേക്ക് ഒരു വ്യക്തി സന്ദർശനം നടത്തിയപ്പോൾ ആ കുടുംബം തിരുക്കുടുംബമായി മാറുകയാണ്, വിശുദ്ധ കുടുംബമായിട്ട് മാറുകയാണ്. സ്നേഹമുള്ളവരെ, ആ വ്യക്തി മറ്റാരുമല്ല, ഈശോ തന്നെയാണ്. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചത് നസ്രത്തിലെ കുടുംബത്തിലാണ്. ആ കുടുംബത്തിലേക്ക് അവൻ കടന്നു വരുമ്പോൾ ആ കുടുംബം തിരുക്കുടുംബമായി മാറുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുക, ഒന്നാമത്തെ കുടുംബത്തിൽ സാത്താൻ സന്ദർശനം നടത്തിയപ്പോൾ ആ കുടുംബം പൂർണ്ണമായി നാശത്തിലേക്ക് പോകുകയും, എന്നാൽ നസ്രത്തിലെ കുടുംബത്തിൽ ഈശോ കടന്നു വരുമ്പോൾ അതൊരു വിശുദ്ധ കുടുംബമായി തിരുക്കുടുംബമായി മാറുകയും ചെയ്യുന്നത് നാം കാണുകയാണ്. സുവിശേഷത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ ഈശോ സന്ദർശിച്ച പല ഭവനങ്ങളും സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്ന് കുടുംബജീവിതങ്ങൾ പല വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. 1, 2, 3 വർഷമായ ദമ്പതിമാരൊക്കെ ഡൈവോഴ്സിലേക്ക് പെട്ടെന്ന് കടന്നു പോകുന്നത് കാണുവാൻ ഇടയാകുന്നുണ്ട്. എത്രയോ കുടുംബങ്ങളാണ് പരാജയത്തിൻ്റെ വക്കിലെത്തി നിൽക്കുക. പലരും പങ്കുവയ്ക്കാറുണ്ട്, അച്ഛാ, കുടുംബജീവിതം മടുത്തു, ഇത് നരകമായിട്ട് തോന്നുന്നു, ഇനി ഇത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നാറില്ല. എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണങ്ങൾ? സ്നേഹമുള്ളവരെ, നമ്മളിന്ന് സുവിശേഷത്തിലൂടെ കടന്നുപോയി സുവിശേഷത്തിൽ ഈശോ സന്ദർശിച്ച ചില കുടുംബങ്ങളെ കണ്ടുമുട്ടാൻ പോകുകയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ സന്ദർശനം നടത്തേണ്ടത്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് കടന്നു വരേണ്ടത് ഈശോയാണ്. ഈശോ കടന്നു വരുമ്പോഴാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായിട്ട് മാറുക, വിശുദ്ധ കുടുംബങ്ങളായിട്ട് മാറുക. ഇന്ന് നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലും ഈശോയ്ക്ക് പകരം സ്വാർത്ഥമോഹങ്ങളും സാമ്പത്തിക ലാഭങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ, സാത്താൻ പല രൂപത്തിൽ കടന്നു വരുമ്പോൾ ആ കുടുംബം നാശത്തിലേക്ക് പോകും എന്ന് നാം മറന്നു പോകരുത്. നസ്രത്തിലെ തിരുക്കുടുംബത്തിന് ശേഷം ഈശോ സന്ദർശനം നടത്തുന്ന രണ്ടാമത്തെ ഭവനം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന കാനായിലെ കുടുംബമാണ്. നമുക്കറിയാം, കാനായിലെ കല്യാണ വീട് വലിയൊരു ആഘോഷത്തിൻ്റെ ഉണർവിൽ നിൽക്കുമ്പോൾ, വലിയ സന്തോഷത്തിൽ അവരായിരിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ കുടുംബജീവിതത്തിലേക്ക്, ഈ ആഘോഷത്തിലേക്ക് അപ്രതീക്ഷിതമായി ഒരു വിരുന്നുകാരൻ കടന്നു വരികയാണ്. അതൊരു അഭിമാന പ്രശ്നമാണ്. നമുക്കറിയാം, യഹൂദ പാരമ്പര്യമനുസരിച്ച് വിവാഹവേളയിൽ വീഞ്ഞു തീർന്നു പോയാൽ ആ കുടുംബം ഭംഗിയായി മുന്നോട്ട് പോകുകയില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സാഹചര്യം അവരുടെ കുടുംബത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ആ നാശത്തിൻ്റെ വക്കിലേക്ക് പോകാമായിരുന്ന, അല്ലെങ്കിൽ വലിയൊരു ദുരഭിമാനത്തിലേക്ക് പോകാമായിരുന്ന ആ കുടുംബം പൂർണ്ണമായും പഴയ സന്തോഷത്തിലേക്കും പഴയ ആനന്ദത്തിലേക്കും തിരിച്ചു വരാനുള്ള ഒരൊറ്റ കാരണം അവിടെ യേശുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, അവരുടെ കുടുംബജീവിതത്തിൽ വലിയൊരു ആഘോഷം നടക്കുമ്പോൾ യേശുവിനെ അവരുടെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുവാൻ അവർ മറന്നുപോയില്ല. യേശുവിനെ അവരുടെ കുടുംബത്തിലേക്ക്, ആ ആഘോഷത്തിലേക്ക് ക്ഷണിക്കുവാൻ അവർ മറന്നു പോകാതിരുന്നു. യേശു ആ ഭവനത്തിൽ സന്ദർശനം നടത്തി. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ ഇങ്ങനെയുള്ള ദുരഭിമാനങ്ങളും അഭിമാന പ്രശ്നങ്ങളുമൊക്കെ പല രീതിയിൽ കടന്നു വരാറുണ്ട്. ഇവിടെയൊക്കെ നാം ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ആഘോഷങ്ങളിൽ, എൻ്റെ സന്തോഷങ്ങളിൽ, എൻ്റെ വേദനകളിൽ എൻ്റെ കർത്താവിനെ എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ ക്ഷണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ ഭാഗമായി ആഘോഷങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് ആഹ്ലാദ വേളകൾ കടന്നു വരുമ്പോൾ നമ്മൾ പലപ്പോഴും ആത്മീയ കാര്യങ്ങളെ മാറ്റിവെക്കാറുണ്ട്. കുടുംബജീവിതത്തിൽ ഈ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുക, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ക്രിസ്തുവിനെ ക്ഷണിക്കുക. എൻ്റെ കുടുംബം നാശത്തിൻ്റെ വക്കിലാണെങ്കിൽ, ദുരഭിമാനത്തിൻ്റെ വക്കിലാണെങ്കിൽ നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ലോകത്ത് ദൈവമായ കർത്താവ് കുടുംബത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്
പിതാവായ ദൈവം തൻ്റെ പുത്രന് ജന്മം നൽകുവാൻ വേണ്ടി ഈ ലോകത്തിലെ ഒരു കുടുംബം തന്നെ തിരഞ്ഞെടുത്തത്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതങ്ങളെ ദൈവം മാനിക്കുന്നുണ്ട്, ദൈവം ബഹുമാനിക്കുന്നുണ്ട്, ദൈവം അംഗീകരിക്കുന്നുണ്ട്. അതിന് ചെറിയ ചെറിയ കുറവുകളും പോരായ്മകളും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടെന്നിരിക്കാം. പക്ഷേ ആ പോരായ്മകളിലേക്ക്, ആ കുറവുകളിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ ക്രിസ്തുവിനെ ക്ഷണിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തു ആ കുടുംബത്തെ സംരക്ഷിച്ചുകൊള്ളും. അവൻ്റെ കരവലയത്തിനുള്ളിൽ നമ്മുടെ കുടുംബങ്ങൾ സുരക്ഷിതമായിരിക്കും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ ഈശോ സന്ദർശിക്കുന്ന ഭവനം കാണുന്നത് ഒരു മരണ വീടാണ്. അത് മറ്റ് ഭവനമല്ല, നമുക്കറിയാവുന്ന ഭവനം തന്നെയാണ് ലാസറിൻ്റെ വീട്. ലാസറിൻ്റെ ഭവനത്തിലേക്ക് ഈശോ പല തവണ കടന്നു ചെന്നിട്ടുണ്ട്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈശോ ഈ മരണ വീട്ടിലേക്ക് കടന്നു ചെല്ലുക. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൻ മരണത്തിലേക്ക് കടന്നുപോയി എന്നവൻ അറിയുകയും ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ വേദനയിലും അവരുടെ ദുഃഖത്തിലുമൊക്കെ പങ്കുചേരുന്ന ഈശോനെ നമ്മൾ കാണുന്നു. അവരോടൊപ്പം കരയുന്ന ഈശോയെയാണ് നമ്മൾ ലാസറിൻ്റെ ഭവനത്തിൽ കണ്ടുമുട്ടുക. സ്നേഹമുള്ളവരെ, വലിയ മരണത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് ആ കുടുംബം തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. എന്തുകൊണ്ടാണ് ഈ മരണ അവസ്ഥയിൽ നിന്ന് ജീവൻ്റെ സമൃദ്ധിയിലേക്ക് ഈ കുടുംബം കടന്നു വന്നത്? നമ്മൾ തിരിച്ചറിയണം. അവിടെ ഈശോ കടന്നു ചെന്നു, ആ കുടുംബത്തിലേക്ക് ഈശോ കടന്നു ചെന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ പല കുടുംബങ്ങളും ഈ മരണ വീടിന് തുല്യമാണ്. സംസാരമില്ല, ഇടപെടലുകളില്ല, സന്തോഷമില്ല, പരസ്പരം കണ്ടാൽ പോലും മിണ്ടുന്ന ദമ്പതിമാർ കുടുംബങ്ങളിലില്ല, മക്കൾ ഏതോ ലോകത്ത് ജീവിക്കുന്നു. അങ്ങനെ മരണതുല്യമായ ജീവിതം നയിക്കുന്ന കുടുംബങ്ങളെ ഒത്തിരി കാണുവാൻ ഇടയായിട്ടുണ്ട്. 16 വർഷമായിട്ട് പരസ്പരം സംസാരിക്കാത്ത ദമ്പതിമാരെ കണ്ടുമുട്ടുവാൻ എൻ്റെ ജീവിതത്തിൽ ഇടയായിട്ടുണ്ട്. 16 വർഷമായി ഒരു കൂരയ്ക്ക് കീഴിൽ താമസിച്ചിട്ട് 16 വർഷം പരസ്പരം ഒന്നും മിണ്ടാതെ കഴിയുന്ന ദമ്പതിമാർ പോലും നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, അതൊക്കെ മരണ വീടായിട്ട് എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. മരുഭൂമിയിലെ കുറ്റിച്ചെടിക്ക് തുല്യമാണ് നമ്മുടെയൊക്കെ പല കുടുംബങ്ങളും. മരുഭൂമിയിലെ കുറ്റിച്ചെടിയുടെ പ്രത്യേകത നമുക്കറിയാം. അതിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്. പുതിയ തളിർപ്പുകളില്ല, വലിയ പച്ചപ്പൊന്നും അതിനില്ല, എന്നാൽ അത് നിലനിന്നു പോകുന്നു എന്ന് മാത്രം. ഇന്ന് നമ്മുടെയൊക്കെ പല ക്രൈസ്തവ കുടുംബങ്ങളും ഈ മരുഭൂമിയിലെ കുറ്റിച്ചെടിക്ക് തുല്യമാണ്. അതിന് ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് മാത്രം. ഈശോ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, യോഹന്നാൻ 11:25, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ജീവനുള്ള അവസ്ഥയുണ്ടോ? എൻ്റെ കുടുംബത്തിന് സന്തോഷമുണ്ടോ? എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന, ഒന്നിച്ച് ഭക്ഷിക്കുന്ന, പരസ്പരം വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഒന്നിച്ച് പങ്കുവയ്ക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കുടുംബത്തിന് ജീവനുണ്ട് എന്നാണ്. ജീവനില്ലാത്ത, അല്ലെങ്കിൽ ജീവനുണ്ടെങ്കിൽ പോലും ഈ മരുഭൂമിയിലെ കുറ്റിച്ചെടികൾ പോലെ മരവിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മുടെ കുടുംബജീവിതത്തിലുള്ളെങ്കിൽ നമ്മളാരും ഭയപ്പെടേണ്ട കാര്യമില്ല. ക്രിസ്തു നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ സന്നദ്ധനാണ്. ലാസറിൻ്റെ ഭവനത്തിലേക്ക് ക്രിസ്തു ഓടിച്ചെന്നു അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് ലാസറിൻ്റെ ഭവനത്തിലെ ഒരു വേദനയുണ്ടായപ്പോൾ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഈശോയ്ക്ക് സാധിച്ചത്? അവരുടെ ജീവിതത്തിൽ മർത്തായും മറിയവും ലാസറും എപ്പോഴും ഈശോനെ സ്വാഗതം ചെയ്തിരുന്നു. ഏത് സമയത്തും ക്രിസ്തുവിന് കടന്നു ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യം ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോ കടന്നു ചെല്ലുക. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതങ്ങളിലേക്ക് നമ്മൾ ക്രിസ്തുവിനെ ക്ഷണിക്കണം. നമ്മുടെ അനുദിന പ്രാർത്ഥനയിലൂടെ, നമ്മുടെ പങ്കുവെക്കലിലൂടെ, നമ്മുടെ ജപമാല അർപ്പണത്തിലൂടെ, കുടുംബ പ്രാർത്ഥനയിലൂടെ, കൗദാശിക ജീവിതത്തിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ജീവിത പങ്കാളികളിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈശോയെ ക്ഷണിക്കണം. അങ്ങനെ ഈശോ സജീവമായി നമ്മുടെ കുടുംബജീവിതത്തിൽ നിൽക്കുമ്പോഴാണ് മരണത്തിൻ്റെ അവസ്ഥകൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുക. വ്യക്തി ജീവിതത്തിലും ദമ്പതിമാരുടെ ജീവിതത്തിലുമൊക്കെ ആത്മീയമായ മരണമുണ്ടാകുമ്പോൾ ആ കുടുംബജീവിതത്തിൽ സ്നേഹമുള്ളവരെ ഒരു മരണാനുഭവമായിരിക്കും എല്ലാവർക്കും ഉണ്ടാകുക. അതുകൊണ്ട് നമ്മുടെ കുടുംബജീവിതങ്ങൾ ജീവനുള്ളതായി മാറേണ്ടേ? നമ്മൾ ചിന്തിക്കണം. ദൈവം നൽകിയ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐക്യത്തോടെ, പങ്കുവയ്പ്പോടെ ജീവിക്കുവാൻ ദൈവം സമ്മാനിച്ച ഈ
കുടുംബ ജീവിതം പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു വെച്ചതുപോലെ ജീവനും സ്നേഹവും പ്രദാനം ചെയ്യുന്ന അൾത്താരയാണ് കുടുംബം. ജീവൻ ഉണ്ടാകണമെങ്കിൽ, അവിടെ സ്നേഹമുണ്ടാകണമെങ്കിൽ, സ്നേഹമുള്ളവരെ തീർച്ചയായിട്ടും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ മരണവീടിന് തുല്യമാണെങ്കിൽ നമ്മുടെ ഏതവസ്ഥയുമായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിലേക്ക് നമുക്ക് ക്രിസ്തുവിനെ ക്ഷണിക്കാം. അവൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബജീവിതങ്ങളെ ജീവനുള്ളതാക്കി തീർക്കും എന്നത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈശോ സന്ദർശിച്ച മൂന്നാമത്തെ ഭവനം നമ്മൾ കണ്ടത് ഈ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ ഭവനമാണ്. ഈശോ സന്ദർശിച്ചപ്പോൾ ആ ഭവനം ജീവനുള്ളതായി തീർന്നു. ഇനിയുമുണ്ട് ഈശോ സന്ദർശിക്കുന്ന ഭവനങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ എന്താണ്? ആ കുടുംബത്തിന് രോഗത്തിൻ്റെ അവസ്ഥയാണ്. പത്രോസിൻ്റെ അമ്മായിമ്മ രോഗാവസ്ഥയിൽ പനി ബാധിച്ച് കിടക്കുന്നു. ആ ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുക. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഭവനത്തിലേക്ക് പത്രോസ് ലീഹ ഈ ഈശോനെ ക്ഷണിച്ചുകൊണ്ട് പോകുകയാണ്, ഈശോനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എൻ്റെ അമ്മായിമ്മ പനി ബാധിച്ച് കിടക്കുന്നു, നീ വരണം, നീ അവളെ സുഖപ്പെടുത്തണം. ഈശോയ്ക്ക് ഒരു ക്ഷണം കിട്ടുന്നുണ്ട് അവിടെ. ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബജീവിതങ്ങളിൽ ഈശോനെ സ്വാഗതം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല, ക്രിസ്തുവിനെ ക്ഷണിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സ്ലീഹന്മാർ ഈശോനെ ക്ഷണിച്ചുകൊണ്ട് ഈശോനെ സ്വാഗതം ചെയ്യുകയാണ് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്നേഹമുള്ളവരെ ഈശോ കരം പിടിച്ച് പത്രോസിൻ്റെ അമ്മായിമ്മേനെ സുഖപ്പെടുത്തുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന നല്ലൊരു വചനഭാഗമാണ് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 38 മുതൽ നമ്മൾ കാണുക. നമ്മുടെ പല കുടുംബങ്ങളും ഇന്ന് രോഗാവസ്ഥയിലാണ്. വിവിധങ്ങളായ രോഗങ്ങൾ, ആത്മീയമായിട്ടും ഭൗതികമായിട്ടും രോഗം ബാധിച്ച ഒത്തിരി കുടുംബങ്ങളെ കാണുവാനിടയാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കുടുംബജീവിതങ്ങളിൽ ഒത്തിരി ആളുകൾക്ക് വിവിധങ്ങളായ ഭൗതിക തലത്തിലുള്ള രോഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ആത്മീയ രോഗങ്ങളുണ്ട്. സ്നേഹമുള്ളവരെ, ദൈവം നമുക്ക് സമ്മാനിച്ച കുടുംബജീവിതത്തിൽ എന്തെങ്കിലും രോഗം കടന്നു വന്നു, അത് ആത്മീയ രോഗമായിക്കൊള്ളട്ടെ, ഭൗതിക രോഗങ്ങളായിക്കൊള്ളട്ടെ, ആ രോഗത്തിൽ വിഷമിച്ച് വിഷാദം ബാധിച്ച് നമ്മുടെ കുടുംബജീവിതങ്ങൾ പരാജയപ്പെടുത്തി കളയേണ്ടവരല്ല നമ്മൾ. രോഗമുണ്ടെങ്കിലും നമുക്കറിയാം ഈശോ സന്ദർശിക്കാൻ വരും. ഈശോ സന്ദർശിച്ചാൽ, ക്രിസ്തു കടന്നു വന്നാൽ അവിടെ തീർച്ചയായിട്ടും വലിയ സൗഖ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകും. വിശ്വാസത്തോടെ ആ രോഗിക്ക് വേണ്ടി നമ്മൾ ഈശോയോട് പ്രാർത്ഥിച്ചാൽ, യാക്കോബ് 5:15 നമ്മൾ കാണുന്നുണ്ടല്ലോ, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ കുടുംബത്തിൽ ഒരു രോഗി ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ജീവിത പങ്കാളിക്ക്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മക്കൾക്ക്, എൻ്റെ മാതാപിതാക്കൾക്ക് രോഗം വന്നു, നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഈ രോഗത്തിൻ്റെ അവസ്ഥ നമ്മളെ കാർന്നു തിന്നാൻ പാടില്ല. നമ്മൾ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ രോഗാവസ്ഥയിലേക്ക് കർത്താവിനെ ക്ഷണിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. കർത്താവ് കടന്നു വരുമ്പോൾ പത്രോസിൻ്റെ അമ്മായിമ്മയ്ക്ക് സൗഖ്യം ലഭിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിൽ രോഗത്തിൻ്റെ അവസ്ഥകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് ഏത് തകർച്ചയുടെ വക്കിലാണ് നമ്മുടെ കുടുംബമെങ്കിലും അതിൽ നമ്മൾ മുങ്ങിപ്പോകാതെ, അതിൽ നമ്മൾ താണുപോകാതെ, അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകാതെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ക്രിസ്തുവിനെ ക്ഷണിക്കുക. രോഗത്തിൻ്റെ അവസ്ഥയായിക്കോട്ടെ, മരണത്തിൻ്റെ അവസ്ഥയായിക്കോട്ടെ, അഭിമാന പ്രശ്നത്തിൻ്റെ അവസ്ഥയായിക്കൊള്ളട്ടെ, ഏതുമായിക്കൊള്ളട്ടെ, ലോകം പല രീതിയിൽ നമ്മളെ വിലയിരുത്തിയെന്ന് വരാം. നമ്മൾ ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. ആ ജീവിത സാഹചര്യത്തിലേക്ക് നമ്മൾ ക്രിസ്തുവിനെ ക്ഷണിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള വചനഭാഗങ്ങളിൽ ഈശോ മറ്റൊരു ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് നമ്മൾ കാണുക. ഈ ഭവനത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. സക്കേവൂസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതം. ലൂക്കാസ് സുവിശേഷകൻ സക്കേവൂസിന് നൽകുന്ന ഏറ്റവും മനോഹരമായ വർണ്ണന എന്താണ് എന്ന് നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്, അവൻ ധനികനും ചുങ്കക്കാരിൽ പ്രധാനിയുമായിരുന്നു. ഇതിൽ പരം ഒരു വിശേഷണം അവന് നൽകുവാനില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ രീതിയിൽ തന്നെയാണ് ലൂക്കാസ് സുവിശേഷകൻ ഈ സക്കേവൂസിനെ അവിടെ പരിചയപ്പെടുത്തി വെക്കുക. സ്നേഹമുള്ളവരെ, നോക്കുക, ലൂക്കാസ് സുവിശേഷകൻ സക്കേവൂസിനെ ചുങ്കക്കാരനെന്നും ധനികനെന്നും ഒക്കെ പറഞ്ഞ് പബ്ലിക്കായിട്ട് മുദ്ര കുത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, അതൊന്നും സക്കേവൂസിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമായി ബാധിക്കുന്നില്ല. സ്നേഹമുള്ളവരെ, അവന് ഭൗതികമായ എല്ലാ
സുഖസൗകര്യങ്ങളും അവൻ്റെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സമ്പത്തുണ്ടായിരുന്നു, നല്ല ജീവിത ചുറ്റുപാടുണ്ടായിരുന്നു, ജീവിത പങ്കാളി ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം അവന് ആത്മീയമായ ഉണർവ് അവൻ്റെ ജീവിതത്തിലില്ലായിരുന്നു. അവൻ ആത്മീയമായ നാശത്തിലായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബ ജീവിതങ്ങളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെയൊക്കെ കുടുംബ ജീവിതങ്ങളിൽ ഉള്ളവർക്ക് ആത്മീയമായ നാശം സംഭവിച്ചിരിക്കുന്നു. ആത്മീയമായ ഉണർവില്ല. പല വ്യക്തികൾക്കും മുഖത്ത് സന്തോഷമില്ല, സമാധാനമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്നു. ലോകത്തിൻ്റെ വ്യഗ്രതയിൽപ്പെട്ട് ഓടി നടന്ന് വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ഓടി നടന്ന് ജീവിക്കുന്ന ഒത്തിരി വ്യക്തികളെ കാണാനുണ്ട്. പക്ഷേ അവരുടെയൊന്നും ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ ആനന്ദം കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പാപവും തഴക്കദോഷങ്ങളും ഒക്കെ അവരെ വേട്ടയാടുന്നു. ലോകത്തിൻ്റെ വ്യഗ്രതകളിൽ മുഴുകി അവർ ജീവിക്കുന്നു. പണം സമ്പാദിക്കുവാൻ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലൊക്കെ പേരും പ്രശസ്തിയും സമ്പാദിക്കുവാൻ വേണ്ടി കുടുംബജീവിതം നയിക്കുന്നവർ ഓടി നടക്കുകയാണ്. അവിടെ അവരുടെ ആത്മീയ ജീവിതം അങ്ങ് ദൂരെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതുകൊണ്ട് സ്നേഹമുള്ളവരെ, സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുന്നത് സക്കേവൂസ് ഈശോ കടന്നു വരുവാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ്. അവന് കുറവുകളുണ്ടെന്നും അവന് പോരായ്മകളുണ്ടെന്നും അവന് ബലഹീനതകളുണ്ടെന്നും അവന് നന്നായി അറിയാം. പക്ഷേ എങ്കിലും ഈശോനെ കാണുവാൻ അവൻ ആഗ്രഹിച്ചു. ഈശോ കുടുംബത്തിലേക്ക് കടന്നു ചെന്നു. അവൻ്റെ ആത്മീയ മേഖലകൾ പൂർണ്ണമായും ഈശോ സൗഖ്യപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അങ്ങനെ സൗഖ്യപ്പെട്ടു കഴിയുമ്പോൾ ആ കുടുംബത്തിന് രക്ഷ ലഭിക്കുകയാണ്. സക്കേവൂസിനോട് മാത്രമല്ല പറയുക, ആ കുടുംബത്തിലുള്ള എല്ലാവരോടും ഈശോ പറയുക, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളും രക്ഷപ്പെടണ്ടേ? നമ്മുടെ കുടുംബങ്ങളും സ്വർഗീയ അനുഭൂതിയിലേക്ക് കടന്നു വരേണ്ടേ? അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ ഈശോയുടെ കരങ്ങളുണ്ടാകണം. ഈശോയുടെ കരങ്ങളുണ്ടാകണമെങ്കിൽ ആത്മീയ കാര്യങ്ങളിലൂടെ ഈശോനെ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അതുമാത്രം പോരാ കേട്ടോ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിന് വേണ്ടി, അത് ജീവിത പങ്കാളിയാണെങ്കിലും മക്കളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും, ആ കുടുംബത്തിന് വേണ്ടി കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്ന വ്യക്തികൾ ഉണ്ടാകണം. അതാണ് മർത്തായുടെയും മറിയത്തിൻ്റെയും ഭവനത്തിലേക്ക് ഈശോ കടന്നു ചെല്ലുമ്പോൾ മർത്താ പരിഭവം പറയുന്നുണ്ട്, കർത്താവെ നീ കാണുന്നില്ലേ, മറിയം എന്നെ ഒന്നിനും സഹായിക്കുന്നില്ല. ഈശോ എന്താ പറയുക? മർത്ത നീ പല കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാണ്, മറിയമാകട്ടെ നല്ല ഭാഗം തെരഞ്ഞെടുത്തു. സ്നേഹമുള്ളവരെ, മർത്ത ഈശോനെ ശുശ്രൂഷിക്കുവാൻ ഓടി നടക്കുമ്പോഴും കർത്താവിൻ്റെ പാദത്തിലിരുന്ന് അവനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മറിയം നമ്മുടെ മുമ്പിൽ കുടുംബജീവിതങ്ങൾക്ക് വലിയ മാതൃകയാണ്. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ കുടുംബത്തിന് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുന്ന വ്യക്തികളുടെ എണ്ണം കുറവാണ്. അങ്ങനെ സമയം ചെലവഴിക്കുന്ന വ്യക്തികൾ ഉള്ളപ്പോഴാണ് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന, ബൈബിൾ വായിച്ച് കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ നിശബ്ദമായി സമയങ്ങൾ ചെലവഴിക്കുന്ന കുടുംബ അംഗങ്ങളുള്ള കുടുംബങ്ങൾ തീർച്ചയായിട്ടും അവിടെ ദൈവം സന്ദർശനം നടത്തും, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ കണ്ട ചിന്ത, ഈശോ സുവിശേഷത്തിൽ ഈശോ സന്ദർശിച്ച ഭവനങ്ങളാണല്ലോ നമ്മൾ കണ്ടത്. ഈശോ സന്ദർശിച്ച എല്ലാ ഭവനങ്ങളും തന്നെ നമ്മൾ കാണുകയുണ്ടായി. അവിടെയൊക്കെ നമ്മൾ കണ്ട ഒരു വലിയ പ്രത്യേകത, അവിടെയൊക്കെ ഈശോയ്ക്ക് ഒരു ക്ഷണം കിട്ടിയിരുന്നു. അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ളവർ ഈശോ കടന്നു വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആദ്യ മാതാപിതാക്കളുടെ കുടുംബം സാത്താൻ്റെ സന്ദർശനം മൂലം നശിച്ചു പോയെങ്കിൽ സ്നേഹമുള്ളവരെ, നമുക്കറിയാം നസറത്തിലെ കുടുംബത്തിൽ ഈശോയുടെ കടന്നു വരവോടെ അത് വിശുദ്ധ കുടുംബമായി, തിരുക്കുടുംബമായിട്ട് മാറി. വീണ്ടും സുവിശേഷത്തിൽ നമ്മൾ കണ്ട എല്ലാ കുടുംബങ്ങളും, കാനായിലെ കല്യാണ വീടും ലാസറിൻ്റെ മരണ വീടും അതുപോലെ സക്കേവൂസിൻ്റെ ഭവനവും പത്രോസിൻ്റെ അമ്മായിമ്മയുടെ ഭവനവുമെല്ലാം സ്നേഹമുള്ളവരെ ഈശോ സന്ദർശിച്ചപ്പോൾ ആ കുടുംബങ്ങളെല്ലാം രക്ഷയുടെ അനുഭവമുള്ള കുടുംബങ്ങളായിട്ട് മാറി. അതുകൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ജീവനില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ നമുക്കും ക്രിസ്തുവിനെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ക്ഷണിക്കാം. ക്രിസ്തു കടന്നു വരാതെ, ക്രിസ്തു സന്ദർശിക്കാതെ നമ്മുടെ കുടുംബങ്ങൾ ഈ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും കടന്നു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ചിലപ്പോൾ രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം, ജീവനില്ലാത്ത അവസ്ഥയിലായിരിക്കാം, ആത്മീയമായി നശിച്ച അവസ്ഥയിലായിരിക്കാം. ഏതവസ്ഥയിലും ആയിരിക്കട്ടെ, ക്രിസ്തു കൊണ്ട് കടന്നു വരുവാൻ തയ്യാറായി അവനെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, നീ ഈ ലോകത്ത് ഞങ്ങൾക്ക് സമ്മാനിച്ച ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ പൂർണ്ണമായി അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനമില്ലാത്ത അവസ്ഥയുണ്ട്, ജീവനില്ലാത്ത അവസ്ഥയുണ്ട് കർത്താവെ, ആത്മീയമായി അധപ്പതിച്ച അവസ്ഥയുണ്ട്. ഏതവസ്ഥയാണെങ്കിലും ആ കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് ആ കുടുംബങ്ങളെ ജീവനുള്ളതാക്കി തീർക്കുവാൻ നിനക്ക് സാധിക്കുമെന്ന് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ നീ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയല്ലോ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ, അനുഗ്രഹിക്കണമേ, ജീവനുള്ളതാക്കി തീർക്കണമേ, വിശുദ്ധീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും
പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന